ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ എന്താ പറയുക, ബെൽജിയൻ മലി നമ്മളെ ഗാർഡിങ് പർപ്പസിനും വീട്ടിലേക്ക് കമ്പാനിയനായിട്ടും പെറ്റായിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ട് എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് നമുക്ക് ഗംഭീരമായിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീഡാണ് ബെൽജിയൻ മലിനോ. അപ്പോൾ നമ്മൾ ഒരുപാടായിട്ട് നമ്മളെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ കറക്റ്റ് സ്ഥലം കുന്നംകുളം ആനയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രെയിനറാണ്. ഇത് ആക്ച്വലി ഫീമെയിലിന്റെ ഓണറാണ്. മൂപ്പരാണ് ഓണർ എങ്കിൽ കൂടിയും പപ്പീസിനെയും എല്ലാം കാര്യങ്ങളും വൃത്തിയായിട്ട് നോക്കുന്ന ആളാണ് നടുവിൽ നിൽക്കുന്നത് അല്ലേ, നെടുന്തൂണാണ്. അപ്പോൾ മുപ്പത്തിയാളെ പക്ഷേ ആദ്യമായിട്ടാണ് വീഡിയോയിലൊക്കെ വരുന്നത്. അപ്പോൾ സംസാരവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവില്ല. പുള്ളി പപ്പീസിനൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. നല്ല ഡ്രൈവുള്ള ഉഷാറുള്ള മടിയന്മാരല്ലാത്ത ഉഷാറുള്ള പപ്പീസാണ് കേട്ടോ. അതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ 6 പപ്പീസാണല്ലോ അല്ലേ? എത്ര മെയിൽ പപ്പി എത്ര ഫീമെയിൽ പപ്പി? ഓക്കെ, ഒരു പപ്പീനെ ഒരു കൊണ്ടുപോയി. 6 പപ്പീസാണ് നിലവിലുള്ളത്. 2 മെയിലും ബാക്കി 4 ഫീമെയിലാണ്. മൊത്തം 7 പപ്പി ഉണ്ടായിരുന്നു. ഒരു പപ്പി പോയത് എങ്ങോട്ടാ? മൂവാറ്റുപുഴ. അപ്പൊ ആദ്യം നമുക്ക് മച്ചാനൊന്ന് പരിചയപ്പെടാം. ബ്രോ, പേര്, സ്ഥലം, കറക്റ്റ് സ്ഥലം, എങ്ങനെ ഇങ്ങോട്ട് വരണം, പപ്പീസിനെ വാങ്ങണം താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെ വരണം? എൻ്റെ പേര് ദേവദർശൻ എന്നാണ്. എനിക്കിവിടെ ഓൾറെഡി ഗ്രൂമിങ് സെന്റർ ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ തന്നെ കാണിപ്പേരാണ്. ഗ്രൂമിങ് സെന്റർ ലൊക്കേഷൻ എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ആനയ്ക്കലാണ്. നമ്മളെ 2 നമ്പറിലും കോൺടാക്ട് ചെയ്ത് നമ്മളതിനെ കിട്ടും. കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നമുക്ക് പപ്പീസിന്റെ അപ്ഡേറ്റ്സ് അറിയണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എത്ര കാലമായിട്ട് മെൽനോയ്സ് വളർത്തുന്നത്? ഒരു 4 വർഷമായി. ഓൾറെഡി ഫീൽഡിലോട്ട് വന്നൊരു 10 വർഷമായി. ആദ്യം ഗ്രൂമറായിട്ട് തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്രൂമിംഗ് ഫീൽഡ് തന്നെയാണ് മെയിനായിട്ട് നമ്മളിപ്പോ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. വേറെ ഫീമെയിൽ ഉണ്ടായിരുന്നു, അതിന് ഓൾറെഡി കൊടുത്തായിരുന്നു. പിന്നെ ഉള്ളത് ഹസ്കി ഫീമെയിലാണ്. ആദ്യം ഹസ്കി ചെയ്തിരുന്നത്. പിന്നെ പഗ് ഉണ്ട്. പഗ് ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡ് പഗ്ഗായിരുന്നു. അതിനിപ്പോൾ ഒരു 16 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോഴും വീട്ടിലുണ്ട്. ഓക്കെയാണ് അത്. പിന്നെ മെൽനോയ്സിലോട്ട് ഒരു 4-5 വർഷം മുന്നാണ് മാറിയത്. എങ്ങനെയുണ്ട് മെൽനോയ്സിലോട്ട് മാറ്റിയിട്ട്? ഹസ്കിയും മെലിനോയ്സും എങ്ങനെയുണ്ട് വളർത്തിയിട്ട്? മെൽനോയ്സാണ് കുറച്ചുകൂടി ഈസി, വളർത്താൻ ഈസി അല്ലേ? ഭയങ്കര പാടാന്ന് എല്ലാവരും പറയും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഗ്രൂമറായാണ്, നമുക്ക് പ്രശ്നമില്ല. കാണാൻ ഭംഗി, കാഴ്ചക്ക് ഭയങ്കര വീട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ബ്രീഡ് മെൽനോയ്സാണ്. തലയാട്ടി സമ്മതിക്കുന്നുണ്ട്, അത് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ തലയാട്ടി സമ്മതിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് ആശാനെയും കൂടി ഒന്ന് പരിചയപ്പെടണം. അമ്മ പേരെന്താ? സബിത. ഓക്കെ, അപ്പൊ ദേവദർശിങ്ങനെ ഡോഗിനെ വീട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടാൻ പോകാൻ നമുക്ക് അറിയാം. നമ്മളെ പ്രായമുള്ള ചെക്കനായതുകൊണ്ട് നമുക്ക് അറിയാം, നമ്മളെ വൈബാണല്ലോ.